സ്ഥലം ഏത് പറഞ്ഞേ? പുൽപ്പറമ്പ്, കാക്കഞ്ചേരി പുൽപ്പറമ്പ്. പുൽപ്പറമ്പല്ലേ? എന്താ പിന്നെ നല്ലൊരു നോമ്പ് കാലല്ലേ? നോമ്പ് കാലം റമദാനിൻ്റെ ആദ്യത്തെ 10ൻ്റെ അവസാനത്തെ ദിവസം. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. നിങ്ങൾ വർക്ക് ചെയ്യണ്ട? മദ്രസ വർക്ക് ചെയ്യണ്ടല്ലേ? പിന്നെ ചെറിയൊരു വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മാഷാ അല്ലാ റെസ്റ്റ് എടുക്കൂലല്ലേ? വലിയ സന്തോഷം. അങ്ങനത്തെ പദ്ധതികൾ, ഭവന പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ഹാജിക്ക കുട്ടിക്ക അള്ളാഹു എല്ലാവിധ ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത മദ്രസ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമായത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഉഷാറായിട്ടാ. പിന്നെ പുഴക്കാട്ടിരിയാണ് അല്ലേ? പുഴക്കാട്ടിരിയാണുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വീട് നൽകാൻ കാരണക്കാരനായത് നമ്മുടെ നാട്ടുകാരൻ, പിന്നെ വടകര RDO, പിന്നെ അൻവർ സാർ, ഞങ്ങളുടെ അൻവർക്കയാണ്. അൻവർക്ക വിഷയം കുട്ടിക്കാനോട് പറയുന്നു. കുട്ടിക്ക പിന്നെ ഇവരെവിടെ? ഇവർക്കാണ് വീട്. എന്താ പേരെന്താ? ആസ്യ. പിന്നെ എന്താ സന്തോഷമല്ലേ നിങ്ങൾക്ക്? നോമ്പിന് എന്ത് തോന്നുന്നു? സന്തോഷായില്ലേ? അപ്പൊ വീടാവും ഉടൻ തന്നെ ആവട്ടോ. കുറ്റി അടിച്ചല്ലോ? കുട്ടിക്ക് കുറ്റി അടിച്ചല്ലോ? എന്താ പറഞ്ഞ ആരാ വീട്ടിലുള്ളത്? ഞാനും 2 കുട്ടികളേ ഉള്ളൂ അല്ലേ? ഹസ്ബൻഡ് ഇല്ല? അല്ല. ഓക്കെ. കുട്ടിക്കാനോട് ഒരു വാക്ക് പറഞ്ഞതിൻ്റെ ഒരു പരിണിത ഫലമാണിത്. പാവപ്പെട്ടൊരു എത്തീമെന്ന് തന്നെ പറയാം. നമ്മുടെ വീട്ടിൽ ഒരു അങ്ങനത്തെ പോലെ കഴിക്കുന്ന ആളാണ്. 2 മക്കളെ ഉള്ളവർക്ക് ആശ്രയം വേറെ ആരുമില്ല. അവർ വീടുകളിൽ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു സ്വരുക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ കുട്ടിക്കാനോട് ഞാൻ വിഷയം ഒന്ന് അവതരിപ്പിച്ചു. ഒരു പേടിയും പേടിക്കേണ്ട സാറ്, ഞാനത് ഏറ്റുവെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ഒരു വാക്കിലാണ് എനിക്ക് സന്തോഷമായത്. ഞാൻ അവരെ അറിയിക്കാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ എന്നുള്ള കേൾക്കാം. കുട്ടിക്ക് ഒരു ബേജാറുണ്ട്, അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. സൽമാൻ്റെ നമ്പർ തന്നു. സൽമാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇതുവരെ എത്തി. അൽഹംദുലില്ലാ, ഇതൊന്ന് ഒരു വീടായി കിട്ടി. അവരെ താമസിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. സന്തോഷം. കുട്ടിക്കാരൻ്റെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നല്ല ഒരു മദ്രസ അദ്ദേഹത്തിനുള്ള വീട് നൽകി. അല്ല, കുറ്റി അടിച്ചു. ഇന്ന് സമയത്തിന്റെ പരിമിതി കൊണ്ടല്ലേ ഭാര്യ ഫൈസൽ, നമ്മള് നോമ്പായതുകൊണ്ട് എന്താണ് നമ്മൾ ഇനി തുടരുന്നുണ്ടോ യാത്ര? ഇന്നില്ല. ഏതായാലും കുട്ടിക്കാരൻ്റെ ടീം മൊത്തം ഉണ്ട്, മക്കളും ഉണ്ടെന്ന്. അമീർ ഭായ് ഉണ്ട്. നോമ്പൊക്കെ ആണെങ്കിലും ബിസിനസ് തിരക്കാണെങ്കിലും വളരെ സജീവമായിട്ട് വരുന്ന കാഴ്ചയാണുള്ളത്. എന്ത് സന്തോഷം അല്ലേ? തീർച്ചയായും സന്തോഷം. ഈ പരിശുദ്ധ മാസത്തില് ഈ പ്രവൃത്തികൾ ചെയ്യാനും അതിന്റെ കൂടെ ഭാഗമാവാനും ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു.